അല്ലേ? ഇങ്ങ നാങ്ക കേരളക്ക് അനുപ്പാது ഇവിടെ കടയിലേ ആൾക്കാർക്ക് സെയിൽസ് ഇപ്പൊ ഇങ്ക மட்டும்தான் நீங்க வாரங்கல்ல இங்க பெருசா வெட்டி ஆளுகளுக்கு கொடுக்கும் பழசு வச்சிருக்காது மிச்ச பழம் இருக்காது அங்க ஆளுக்காருக்கு வெட்டி அப்பப்ப சேல்ஸ் ഓക്കെ നമ്മളിപ്പോ ഉള്ളത് MSR എന്ന് പറയുന്ന ഒരു ഗ്രേപ്പ് ഫാമിലാണ്, ഒരു മുന്തിരിത്തോട്ടത്തിലാണ്. MSR എന്നാണ് ഇതിന്റെ ഫാമിന്റെ പേര്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വ്ളോഗ് ചെയ്ത് എല്ലാവർക്കും ഹിറ്റായിട്ടുള്ള സാധനമാണ്. നമ്മുടെ ജിയോ മച്ചാനൊക്കെ ഇതിന്റെ വ്ളോഗ് ചെയ്തിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ഈ ഒരു ഫാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ഇതിനകത്ത് വന്ന് ഇതിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അവരുടെ സാധനങ്ങളെല്ലാം വാങ്ങിയാണ് തിരിച്ചു പോകുന്നത്. അതുപോലെ തന്നെ വാങ്ങാനായിട്ടുള്ള ഷോപ്പും കാര്യങ്ങളും എല്ലാവരും ഇതിന്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും സ്ത്രീകളെയും കുട്ടികളെയും പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ റേറ്റിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ എൻട്രൻസിൽ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിംസ്, ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഗെയിംസ്, അതുപോലെ പെറ്റ് ഷോപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവർ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 1000-ലധികം ആൾക്കാർ ഈ ഫാമിനകത്തുണ്ട്. ഭയങ്കര റഷായിട്ടാണ് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്. ഇതിപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടമാണ്. നമുക്ക് കാണാൻ പറ്റും ഫ്രൂട്ട്സ് ഒക്കെ നല്ല വിളഞ്ഞ് നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവരിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്ത് ഇവിടെ വരുന്ന ആളുകൾക്ക് തന്നെ അത്യാവശ്യം ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ തോട്ടത്തിലും തന്നെ ജ്യൂസ് പാർലർ ഉണ്ട്. ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു ഫാം ടൂറിസം എന്നുള്ളത് വളരെ അടിപൊളിയായിട്ടാണ് ഈ ഒരു മുന്തിരിത്തോട്ടങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇത് ഒരു ഹോൾസെയിലായിട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഈ ഒരു രീതിയിലൂടെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ പഴമാണ് നമ്മൾ എടുക്കണത് അല്ലേ? ഇത് എല്ലാം ഇതുപോലെ ആവുമ്പോഴാണോ നമ്മൾ എടുക്കുന്നത്? ഇതിപ്പോ ഒരുപാട് സാധനം കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. അത് മാത്രം കിടക്കും. അതെടുത്തിട്ട് നമ്മള് പറിച്ച് നമ്മുടെ ബോക്സിനകത്ത് ആക്കും. കടയിൽ കൊടുക്കും. വേറെ എങ്കിലും ഇന്ത്യ ഇവിടെ നമ്മള് കടയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ പുറത്ത് കൊടുക്കും. ഇത് ആരുടെ തോട്ടം? MSRോടെ തോട്ടം. ഓക്കെ ഓക്കെ ഓക്കെ. 4 മാസത്തേക്ക് ഒരു ചീസ് എടുത്തിട്ട് ഇതിപ്പോ നമ്മളിപ്പോ കവാത്ത് വെച്ചിട്ടേ இருக்கும். ഒരു വർഷത്തേക്ക് 3 ചീസ് എടുക്കണം. ഒരു വർഷത്തേക്ക് 3 സീസൺ. അപ്പൊ ഓരോ സീസണിലും ഹാർവെസ്റ്റ് ചെയ്ത് அதுக்கு பின்னாடி கவாத்து வெட்டிடும். 4 மாசத்துக்கு பிறகு 120 நாளைக்கு பிறகு இதுல கவாத்து அடிக்கும். இதுல அடிச்சா அதுல சீசங்கள் தான் வருதுல, அது மாதிரி வரும். അതിപ്പോ നമ്മള് കവാത്ത് അടിച്ച ചെടിയാണ് അവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോ അത് എത്ര നാളെടുക്കും ഇതുപോലെ പഴമായിട്ട് വരാനായിട്ട്? 100 നാൾക്കുള്ള ഇതേമാതിരി പഴമായിട്ട്. അപ്പൊ ഇത് നമ്മള് ആ സമയത്ത് നമ്മൾ ഇത് കട്ട് ചെയ്യും. அந்த 5ஆம் நம்பர் முடிய அங்க ஒரு பந்தல் இருக்கு, அது முடிய அப்படியே சுத்தி வரும். ഇത് ഓരോ പന്തലിനും ഓരോ നമ്പർ ഉണ്ടാ? ഇത് നമ്മ ഇപ്പൊ നിക്കുന്നത് എത്ര പന്തൽ? 4 നമ്പർ. അവളോ എത്ര പന്തൽ ഇருக்கு? இதுல 25 ஏக்கர் இருக்கு, அங்க 25-60 ஏக்கர் இருக்கு. ஒரு MSRக்கு 60 ஏக்கർ இருக்கு. 60 ഏക്കറിലാണ് ഈ ഒരു ഇത് നിർത്തിയിരിക്കുന്നത്. നേരത്തെ ഇങ്ങ എടുത്തിട്ട് അങ്ക കീഴേ ഇருக்கு അവർക്ക്. അടുത്ത തോടമോ അവർക്ക് இங்க சுத்தி முடிச்சிட்டு அங்க போவோம். எத்தனை பண்ணிட்டே இருக்கோம். ஓகே ஓகே. நம்ம எத்தனை ஆட்கள் இருக்கு இங்க? நம்ம இது 90 பேர் வேலை செய்றோம். 90 பேര് இங்க வேலை செய்யறது. அடி இது இப்ப நம்ம எடுத்து வச்சிருக்கிற முந்திரியாണല്ലേ? ஆமா, இது பூரா எடுத்து கடை கொடுத்து கடையில இருந்து சேல்ஸ். நம்ம கடையில் தானே அத இது வேற கடை இருக்கு? கடையும் அந்த கடையும் மேக்கடையும் ரெண்டு கடை. ரோட் மேல இருக்க கடையும் இது நம்ம தானே? ஆமா. ഇതിനകത്ത് എന്നെ വളം എന്നെ ഇപ്പൊ ചെയ്യണത്? சாணி, ஆட்டு சாணி, மாட்டு சாணி, வேப்ப புண்ணாக்கு, கடல புண்ணாக்கு, பொட்டாசு, உரங்க கொடுக்கும். உரங்காட்டு கொடுக்கும். ஓகே ஓகே. நம்ம ஸ்ப்ரே ஏதாவது பண்ணுவோம் அதுல? ஸ்ப்ரே இப்ப பண்ணாது, அந்த தளப்பு இருக்குல்ல அப்ப பண்ணு. அப்ப பண்ணாதானே அதை கொண்டு வர முடியும். இப்ப பண்ணாது. இப்ப ஆள்கார் சாப்பிடணும்ல, அதனால இப்ப அடிக்காது. இப்ப அடிச்சா நம்ம எல்லாம் எப்படி சாப்பிட முடியும்? இப்ப நாங்க பழம் வெட்டுறோம், ஓனரை பார்க்க முடியுமா? 2 திங்க வேண்டியது வந்துரும். அதனால இப்ப அடிக்க முடியாது. அது அடிக்க முடியாது, அடிக்கவும் கூடாது. நம்ம முன்னாடி இது இப்போ கேரளாவில எல்லாரும் பேசுவாரு, இதுல வந்து நம்ம நிறைய குப்பை போட்டு இருக்குவாரு.
நிறைய மாதிரி குப்பை போட்டு. ஆனா இப்ப அந்த மாதிரி இல்லை, இப்ப எல்லாம் இங்கிருந்து தானே ஹார்வெஸ்ட் பண்ணி போறது. ஆமா. ஆனா இந்த ஃப்ரூட் எல்லாம் நம்ம இந்த ஸ்டோர்ல தானே விற்கிறது. இதுல நம்ம அங்கிருந்து ஹார்வெஸ்ட் செய்து வந்துட்டு இங்க வந்தது. ஓகே. இதுல வேற என்ன கிடைக்கும்? முந்திரி கொடுத்தா ஒயின் 520. அது வந்து வைனா? வைன். ஓகே. நம்ம இது நம்ம മുന്തിരി தானே அது இருக்கு. நம்ம മുന്തിരി தான். நம்ம മുന്തിരി மட்டும் എടുക്കും. ഇതാണ് മുന്തിരിയുടെ പ്ലാന്റേഷൻ തുടങ്ങുന്നത് ഇവിടുന്നാണ്. ശരിക്കും മുന്തിരി പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ ഈ ഫീൽഡ് കംപ്ലീറ്റ് അടിച്ച് റെഡിയാക്കി ഇടും. അതിലകത്ത് ഡ്രിപ്പ് ലൈൻ എല്ലാം ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എപ്പോഴും അവർ ശ്രദ്ധിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പില്ലറുകളാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പില്ലറുകളാണ് ഇവർ മുന്തിരി കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഒരു ലോങ് ടൈം ക്രോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ അത് നിലനിൽക്കും. അപ്പൊ അതിന് ഒരുപാട് നാൾ നിലനിൽക്കുമ്പോൾ ഇത്ര വെയിറ്റ് ഹാങ് ചെയ്യാനായിട്ട് നല്ല പില്ലറുകൾ തന്നെ വേണം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ആ ഫീൽഡ് ഒരുക്കിയിട്ടിരിക്കുന്നതാണ്. ഇതിന്റെ അപ്പുറത്ത് ശരിക്കും അതിന് മുന്നേ നട്ട സാധനം ഉണ്ട്. അവര് ഈൽഡ് എടുത്തതിന് ശേഷം അടുത്ത പ്രൂൺ ചെയ്ത് അടുത്ത ഹാർവെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ സെഗ്മെന്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിളവെടുക്കുന്ന തോട്ടം ഇതിന്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും 365 ദിവസവും വിളവ് കിട്ടുന്ന രീതിയിൽ, എന്നാൽ അതിന്റെ കറക്റ്റ് ഈൽഡിങ് ടൈമിൽ നല്ല ഈൽഡ് കിട്ടുന്ന രീതിയിലാണ് അവരിവിടെ ക്രോപ്പ് പ്ലാന്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഏറ്റവും നല്ല ഒരു ഫാം ടൂറിസം ശരിക്കും ചെയ്തിരിക്കുന്നത്, എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ തന്നെയാണ്. കാരണം കേരളത്തിലൊന്നും നമുക്ക് ഇതുപോലെ ആൾക്കാർ വന്നിറങ്ങി അവരുടെ തോട്ടത്തിൽ പോയി അവരുടെ സാധനങ്ങളൊക്കെ വാങ്ങി അതിൽ ശരിക്കും ഒരു ടൂറിസം എന്താണെന്നുള്ള എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ശരിക്കും ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണം. വർഷാലിടി കിട്ടും. അക്കയുടെ പേരെന്നാ? മേരി. ആഹാ, മേരി അക്കാടോടാണ് നമ്മൾ ഇതെല്ലാം ചോദിച്ചത് അല്ലേ? നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഒരു നന്ദി പറഞ്ഞേ, ഒരു താങ്ക്സ് പറഞ്ഞേ. പറ, താങ്ക്സ് പറ. അയ്യ, അവിടെ ചെന്ന് പറ താങ്ക്സ് പറ. തന്റെ പേര്. കേരളത്തിൽ നമുക്ക് ഇതുപോലുള്ള ഫാം ടൂറിസങ്ങളും ഇതുപോലെയൊക്കെ നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ശരിക്കും നല്ലൊരു റവന്യൂ സോഴ്സ് ആയിട്ട് മാറും. നമുക്കൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റണം. ഇവരൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്കൊക്കെ നമ്മുടെ കർഷകർക്കൊക്കെ ഇതുപോലെ ചെയ്ത് നല്ല റവന്യൂ ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.